ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന 1 ലക്ഷം രൂപയുടെ ബഡ്ജറ്റിൽ ഒരു കംപ്ലീറ്റ് പി സി സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു പി സി ബിൽഡിൽ നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷന് കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു പി സി ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPU-ലാണ്, ഗ്രാഫിക്സ് കാർഡിലല്ല. അപ്പോൾ നമുക്ക് മാക്സിമം പ്രോസസ്സിംഗ് പവർ ഉള്ള ഒരു CPU തന്നെ ചൂസ് ചെയ്യണം. അതുപോലെ തന്നെ നമുക്കിവിടെ ഗെയിമിങ്ങും എഡിറ്റിങ്ങും വരുന്നതുകൊണ്ട് നമുക്ക് ഗ്രാഫിക്സ് കാർഡിനും പ്രയോറിറ്റി കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് ബാലൻസ്ഡ് പി സി ആയിട്ട് തന്നെ നമുക്കിത് ബിൽഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളെ ബഡ്ജറ്റ് 1 ലക്ഷം രൂപയിലായതുകൊണ്ട് ചെറിയ രീതിക്കുള്ള അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് AMD ബേസ്ഡ് പി സി ബിൽഡാണ്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ തന്നെ നമുക്ക് ഇന്റൽ ബേസ്ഡ് പി സി ബിൽഡും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇന്റൽ ബേസ്ഡ് പി സി ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തായാലും നമ്മളെ AMD ബേസ്ഡ് പി സി ബിൽഡിലോട്ട് പോകാം. അപ്പോൾ ഈ ഒരു പി സി ബിൽഡിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന പ്രൊസർ എന്ന് പറയുന്നത് AMDയുടെ Rs1 5000 സീരീസിൻ്റെ 5600X എന്ന് പറയുന്ന ഒരു പ്രൊസറാണ്. അപ്പോൾ എന്തുകൊണ്ട് 5600G എന്ന് പറയുന്ന പ്രൊസർ നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യാതെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ മാത്രം നമ്മൾ 5600G എന്ന് പറയുന്ന IGP ഉള്ള പ്രൊസർ എടുക്കുക. കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ഇന്നത്തെ ബിൽഡിൽ ഗ്രാഫിക്സ് കാർഡ് ഓൾറെഡി എടുക്കുന്നതുകൊണ്ട് നമുക്ക് G വരുന്ന പ്രൊസർ എടുക്കേണ്ട കാര്യം വരുന്നില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ടും G വരുന്ന പ്രൊസറിനേക്കാളും X വരുന്ന, അതായത് 5600X എന്ന് പറയുന്ന പ്രൊസറാണ് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് വരുന്നത്. CPU-യുടെ റോ പെർഫോമൻസ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെ Gen 4 സപ്പോർട്ട് കൂടി കിട്ടുന്നുണ്ട്. 5600Gയിൽ Gen 4 സപ്പോർട്ട് കിട്ടുന്നില്ല. അതായത് നമ്മളെ സ്റ്റോറേജിൽ Gen 4 സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു നല്ല പ്രൊസർ തന്നെയാണ് ഈ ഒരു ബഡ്ജറ്റിൽ. രണ്ടിൻ്റെയും പ്രൈസ് സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് 5600X എന്ന് പറയുന്ന പ്രൊസറാണ് ഇവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രൊസറിൽ വരുന്നത് 6 കോറും 12 ത്രെഡും ആണ്. അതുപോലെ തന്നെ ബേസ് ക്ലോക്ക് വരുന്നത് 3.70 GHz, ബൂസ്റ്റ് ക്ലോക്ക് വരുന്നത് 4.60 GHz ആണ്. ഇൻബിൽഡ് ഗ്രാഫിക്സ് വരുന്നില്ല. സോ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു CPU-ൻ്റെ കൂടെ നമുക്കൊരു ടവർ കൂളർ കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. ഏകദേശം ഒരു 240mm അത്ര നമുക്ക് ഈ ഒരു കൂളർ മാസ്റ്ററിൻ്റെ ഹൈപ്പർ ടവറിൽ നമുക്ക് ഏകദേശം ഒരു 240mm ലിക്വിഡ് കൂളറിൻ്റെ അത്ര പെർഫോമൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു ടവർ കൂളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഈ ഒരു പി സി ബിൽഡിനൂടെ. സോ അടുത്ത് നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗിഗാബൈറ്റിൻ്റെ B550DS3H AC വൈഫൈ എന്ന് പറയുന്ന മദർ ബോർഡാണ്. നമുക്കിതിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നുണ്ട്. അതുപോലെ തന്നെ 4 RAM സ്ലോട്ട് വരുന്നുണ്ട്. PCI Gen 4ൻ്റെ NVMe സ്ലോട്ട് വരുന്നുണ്ട്. 2 NVMe സ്ലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ RGB ഫ്യൂഷൻ സോഫ്റ്റ്വെയർ സപ്പോർട്ട് കൂടി വരുന്നുണ്ട്. അതായത് നമ്മുടെ LED ഫാൻസ്, RGB സ്ട്രിപ്പ് ഒക്കെ ഈ ഒരു മദർ ബോർഡ് ത്രൂ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കാര്യം 90% ആൾക്കാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനെ റെക്കമെൻഡഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് കുറവാണെങ്കിൽ വളരെയധികം മുമ്പോട്ട് കൊണ്ടുപോകാൻ വളരെയധികം പാടായിരിക്കും. കാര്യം തീരെ സപ്പോർട്ട് കിട്ടുന്നില്ല. വളരെ കുറച്ച് സബ്സ്ക്രിപ്ഷൻസ് മാത്രമേ കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പോകുന്ന റാം എന്ന് പറയുന്നത് എല്ലാ ബിൽഡിലും പറയുന്ന പോലെ തന്നെ ADATയുടെ XPG Gamixൻ്റെ 8GB 3200 MHz റാമാണ്. അപ്പോൾ 2 RAM സ്റ്റിക്ക് നമുക്കിവിടെ യൂസ് ചെയ്യണം. ടോട്ടൽ 16 GB ആണ് യൂസ് ചെയ്യുന്നത്. സോ അടുത്ത് നമ്മൾ സ്റ്റോറേജിന് വേണ്ടി യൂസ് ചെയ്യുന്നത് Seagate Barracuda 1TBയുടെ NVMe ആണ് യൂസ് ചെയ്യുന്നത്. M.2 NVMe SSD ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വളരെ ഫാസ്റ്റ് ആയ ഒരു റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് തന്നെയായിരിക്കും കിട്ടുന്നത്. 2400 1800 MB ആണ് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ബിൽഡിനകത്ത് ഹാർഡ് ഡിസ്ക് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു പി സിയുടെ പെർഫോമൻസ് വളരെയധികം ബൂട്ട് സ്പീഡും അതുപോലെ തന്നെ ബാക്കി ടാസ്കുകളൊക്കെ ചെയ്യുന്നത് വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് NVMe മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്യൂച്ചറിൽ നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഒരു NVMe കൂടി ആഡ് ചെയ്യാനുള്ള സ്ലോട്ട് ഈ ഒരു മദർ ബോർഡിൽ വരുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ അടുത്ത് നമ്മളിവിടെ പവർ സപ്ലൈ ചൂസ് ചെയ്യാൻ പോകുന്നത് 650 വാട്ടിൻ്റെ 80+ ബ്രോൺസ് പവർ സപ്ലൈ ആണ്. കുറച്ച് ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ട് നോക്കുന്നുണ്ട്. നമുക്ക് 650 വാട്ടിൻ്റെ പവർ സപ്ലൈ മസ്റ്റായിട്ട് എടുക്കണം. 550 വാട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് 650 വാട്ടെങ്കിലും വേണ്ടി വരും. കാര്യം ഫ്യൂച്ചറിൽ നമ്മൾ ഗ്രാഫിക്സ് കാർഡൊക്കെ അപ്ഗ്രേഡ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപ്ഗ്രേഡുകൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 650 വാട്ടിൻ്റെ പവർ സപ്ലൈ എന്തായാലും വേണ്ടി വരും. സോ അടുത്ത് നമ്മൾ ഈ ഒരു പി സി ബിൽഡിൽ യൂസ് ചെയ്യാൻ പോകുന്ന കേസ് എന്ന് പറയുന്നത് നിങ്ങൾ ഇഷ്ടമുള്ള, അതായത് അത്യാവശ്യം നമുക്ക് ലിക്വിഡ് കൂളർ അല്ലെങ്കിൽ എയർ ഫ്ലോ ഒക്കെ വരുന്ന ഒരു 3000 അല്ലെങ്കിൽ ഒരു 4000 രൂപയുടെ ബഡ്ജറ്റിലൊക്കെ വരുന്ന ഒരു അടിപൊളി കേസ് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ബഡ്ജറ്റ് നമുക്ക് അതായത് 4000-3000 രൂപയുടെ ഒരു സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ് ചൂസ് ചെയ്യാവുന്നതാണ്. സോ അടുത്ത ഈ ഒരു പി സി ബിൽഡിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ്. കാര്യം നമുക്കിവിടെ എഡിറ്റിങ്ങും ഗെയിമിങ്ങും സ്ട്രീമിംഗ് ഒക്കെ ചെയ്യണമെന്നുള്ളതുകൊണ്ട് നമുക്കിവിടെ ഗ്രാഫിക്സ് കാർഡ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് NVIDIAയുടെ GTX 1650 ആണ്. 1650യുടെ പ്രൈസ് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ്
ഞാൻ ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് നോക്കിയപ്പം 25,000 22,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്സ് കാർഡ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് 1650 സൂപ്പറിലോട്ട് പോകാം. പക്ഷേ 1650 സൂപ്പർ ഇപ്പോൾ ഒരു 30K ആണ് വരുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡ് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു 1650 എടുത്തിട്ട് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു RTX 3060 Ti അല്ലെങ്കിൽ ഒരു 3070 വരെ നമുക്ക് ഈ ഒരു PC ബിൽഡിൽ അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു മാസീവ് പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് വെച്ചിട്ട് ഞാൻ മാക്സിമം 1650 വരെ എടുക്കാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ. കാര്യം വെറുതെ നിങ്ങൾ ആ ഒരു പ്രൈസ് അവിടെ അതായത് അത്രയും മണി നിങ്ങൾ വേസ്റ്റ് ആക്കണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം വളരെയധികം ഓവർ പ്രൈസ്ഡ് ആണ്. സോ അതുപോലെ തന്നെ ഇവിടെ മോണിറ്റർ സജഷനും കൂടി ഈ ഒരു ബിൽഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോണിറ്റർ സജഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സാംസങ്ങിൻ്റെ VA പാനൽ വരുന്ന 144 ഹെർട്സ് റീഫ്രഷ് റേറ്റ് വരുന്ന 24 ഇഞ്ചിൻ്റെ ആ ഒരു മോണിറ്റർ എൻ്റെ ഒരു ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. കാര്യം അത് ഒരുപാട് പഴയ മോഡലാണ്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാംസങ്ങിൻ്റെ ഇപ്പോൾ ഒരു ഫ്ലാഗ്ഷിപ്പ് ഒഡീസി എന്ന് പറയുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ വരുന്ന മോണിറ്റേഴ്സിൻ്റെ ഏറ്റവും ഒരു സ്റ്റാർട്ടർ മോണിറ്ററാണ് ഒഡീസി G3 എന്ന് പറയുന്നൊരു മോഡൽ. പക്ഷേ ഇത് കേർവ് മോണിറ്റർ അല്ല. 24 ഇഞ്ചിൻ്റെ VA പാനൽ വരുന്ന 144 ഹെർട്സ് റീഫ്രഷ് റേറ്റും അതുപോലെ തന്നെ 1 മില്ലി സെക്കൻഡാണ് റെസ്പോൺസ് റേറ്റ് വരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് AMD ഫ്രീസിങ് കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ സാംസങ് എന്നുള്ള ഒരു ബ്രാൻഡ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റിയ VA പാനൽ വരുന്ന റീഫ്രഷ് റേറ്റ് വരുന്ന ഒരു ബെസ്റ്റ് മോണിറ്റർ തന്നെയാണിത്. പക്ഷേ കണ്ടൻറ് ക്രിയേഷൻ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് IPS പാനലാണ്. IPS പാനലായിരിക്കും നമുക്ക് കളർ ഗ്രേഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നത്. VA പാനൽ എനിക്ക് തോന്നുന്നു ഒരു ഹൈ കോൺട്രാസ്റ്റ് ലെവലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് VA പാനലുള്ള മോട്ടർ ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല കണ്ടൻറ് ക്രിയേഷൻ ആണ് നിങ്ങളുടെ സബ്ജക്റ്റ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് IPS പാനൽ യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയ ഒരു കാര്യം. അതായത് ഈ ഒരു ബഡ്ജറ്റിൽ വരുന്ന AOCയുടെയും Acerൻ്റെയും ഒക്കെ IPS പാനൽ വരുന്ന മോട്ടറുണ്ട്. അതല്ല നിങ്ങൾക്ക് കേർവ് VA പാനൽ വേണമെന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ കൂടി ഉണ്ട്. HPയുടെ 24XC എന്ന് പറയുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസായ ഒരു മോണിറ്ററാണത്. അപ്പോൾ മോണിറ്റർ എന്നുള്ളത് നിങ്ങളുടെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇന്റൽ ബേസ്ഡ് PC ബിൽഡ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിലേക്ക്